ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു എച്ച് പോർട്സ്. മക്കളെ, നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസ് എക്സാം ഇതാ വരുന്നു മാർച്ച് 26-നാണ് അല്ലേ. അപ്പോൾ നമ്മളെ HTML പാർട്ട് 3 ചാപ്റ്ററാണുള്ളത്. ഏതൊക്കെയാ? വെബ് ടെക്നോളജി ഉണ്ട്, അതേപോലെ വെബ് ഡിസൈനിങ് യൂസിങ് HTML, ദെൻ ലാസ്റ്റ് ജാവാസ്ക്രിപ്റ്റ്. ഇത് മൂന്നിലും ഒരു കോമൺ ആയിട്ട് വരാവുന്ന ഒരു 5 പ്രോഗ്രാംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. 5 പാർട്ടാണ്. നോർമൽ ചാപ്റ്റർ 4 വരുന്ന ഈ HTML പേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട് 5 മാർക്ക് സ്റ്റൈലിൽ. ദെൻ ചാപ്റ്റർ 5 വരുന്ന ലിസ്റ്റ്, ടേബിള്, ഫോം, ഇത് മൂന്നും വരുന്നത് ചാപ്റ്റർ നമ്പർ 5 നിന്നുള്ള പ്രോഗ്രാംസ് ആയിട്ടാണ്. ദെൻ ചാപ്റ്റർ 6 ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമും നമുക്ക് ക്വിക്കായിട്ട് ക്ലിയർ ചെയ്യാം. റെഡി അല്ല? അപ്പോൾ ചാപ്റ്റർ 4 ഒരു പ്രോഗ്രാം ജസ്റ്റ് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോഗ്രാം തരാം, അതല്ലെങ്കിൽ സബ്ബായിട്ട് ABCD, ഹെഡിങ് ടാഗ്, അങ്ങനെ ഒരുപാട് ടാഗുകൾ, ആട്രിബ്യൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിൾ. ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ എഴുതിയെന്നുള്ളൂ. നമുക്ക് ഇതിൻ്റെ ഒരു പ്രോഗ്രാം ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം. എല്ലാവരും ലാബും കാര്യങ്ങളൊക്കെ ചെയ്തവർക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല, എന്നാലും ഒരു പെട്ടെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഈ HTML ഫസ്റ്റ് എഴുതാം. കണ്ടെയ്നർ ടാഗാണ്. ഹെഡ് എഴുതാം. ഹെഡിൽ പ്രത്യേകിച്ച് ഒന്നും തന്നിട്ടില്ലെങ്കിലും നമുക്കൊരു ഹെഡ് സ്പെസിഫൈ ചെയ്യുന്നത് നന്നാവും. അപ്പോൾ ടൈറ്റിൽ ഞാൻ സ്കൂൾ എന്നുള്ളത് എഴുതി. ദെൻ ജസ്റ്റ് ഹെഡ് ക്ലോസ് ചെയ്യാം. ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ബോഡിയിൽ എന്തൊക്കെ വേണ്ടേ? വെബ് പേജിൽ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കളർ കൊടുക്കണമെങ്കിൽ ആട്രിബ്യൂട്ട് ഈസ് BG കളറാണ്. ബോഡി BG കളർ ഈക്വൽ ടു ഗ്രീൻ എന്നുള്ള കളർ കൊടുക്കാം. യെസ്, അപ്പോൾ അവിടെ ഗ്രീൻ കളറായി. ഇനി വേണ്ടത് ഹെഡിങ് ആണ്. ഹെഡിങ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? KPT സ്കൂൾ എന്നാണ്. ഞാൻ ജസ്റ്റ് ചുമ്മാ സെൻറ്റർ ടാഗ് പ്ലേസ് ചെയ്യാം. എന്നിട്ട് നല്ല സൈസിൽ വരണമെങ്കിൽ H1 എന്ന് കൊടുക്കാം. H1 ഈസ് ആൻ ഹെഡിങ് ടാഗാണ്. അങ്ങനെ ABCD ഒരുപാട് ഓപ്ഷൻസ് ചോദിക്കാറുണ്ട്. H1 KPT സ്കൂൾ എന്ന് എഴുതാം. KPT സ്കൂളിൽ നിന്ന് എഴുതിയിട്ട് H1 ക്ലോസ് ചെയ്യുക. അവിടെ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ നേരെ വേണ്ട ബ്രേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹെഡിങ് ടാഗിൽ ഓൾറെഡി ബ്രേക്ക് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് ലൈൻ എന്താ വേണ്ടത്? ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. അതും സെൻറ്ററിലാണ്. അപ്പോൾ സെൻറ്റർ ക്ലോസ് ചെയ്യണ്ട. സെൻറ്റർ സ്പെല്ലിംഗ് നോക്കണം. ER ആണ്, RE അല്ല. ദെൻ ഒരു ഇമേജ് ഇൻസേർട്ട് ചെയ്യണം. ഇമേജ് അവർ സ്പെസിഫിക് ആയിട്ട് തന്നിട്ടുണ്ട്. എന്താ? 10.jpg ആണ്. അപ്പോൾ IMG SRC = 10.jpg. ഇമേജിന് നിർബന്ധമായിട്ടും ഹൈറ്റും വിഡ്ത്തും വെക്കുന്നത് നന്നായിരിക്കും. ഹൈറ്റ് = 100, വിഡ്ത്ത് = 100. അവിടെ കംപ്ലീറ്റ് ചെയ്തു. കാരണം IMG MG ടാഗാണ്. അവിടെ ബ്രേക്ക് കൊടുക്കാം. ബ്രേക്ക് കൊടുത്തിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് ക്ലോസ് ചെയ്യാം. ബ്രേക്ക് കൊടുക്കാം, സെൻറ്റർ ക്ലോസ് ചെയ്യാം. സെൻറ്റർ ക്ലോസ് ചെയ്യുന്നതോട് കൂടെ ഇവിടെ എത്തി. ഇനി കോസസ് എന്നാണ് വേണ്ടത്. കോസസ് എന്നുള്ള സാധനം കളർ മാറ്റണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കമൻ്റാണ് ഫോണ്ട് എന്ന് കൊടുക്കും. ഫോണ്ട് കളർ ഈക്വൽ ടു ഏത് കളറാണോ വേണ്ടത്. ഇപ്പോൾ റെഡിലാണെങ്കിൽ റെഡ് എന്ന് കൊടുക്കാം. പ്രൊവൈഡ്സ് എഴുതണമെങ്കിൽ അണ്ടർലൈൻ വേണം, അല്ലെങ്കിൽ കോസസ് എന്നുള്ളത് അണ്ടർലൈൻ വേണം. സോ U ടാഗ് കൊടുക്കാം. കോസസ് അണ്ടർലൈൻ ക്ലോസ് ചെയ്യുക. അതേപോലെ ഫോണ്ടും ക്ലോസ് ചെയ്യുക. അന്നേരം കോസസിൻ്റെ കളറ് റെഡ് കളറായി മാറും. ദെൻ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് ഒന്നുമില്ല, വിവാദങ്ങളൊന്നുമില്ല, ചുമ്മാ എഴുതിയാൽ മതി. സയൻസ് എഴുതാ, ബ്രേക്ക് അടിക്കാം. ദെൻ കൊമേഴ്സ് ബ്രേക്ക്, ഹ്യൂമാനിറ്റീസ് ബ്രേക്ക് പ്ലേസ് ചെയ്യും. ഇവിടെ എത്തി. ഇനി ബെസ്റ്റ് ടീച്ചേഴ്സ് എന്നുള്ള മിഡിൽ വേണം, ഡബിൾ കോട്ട് വേണം. അന്നേരം മിഡിൽ വേണമെങ്കിൽ ആര് വേണം? സെൻറ്റർ ടാഗ് വേണം അല്ലേ. അപ്പോൾ BR കൊടുത്തു. ദെൻ സെൻറ്റർ ടാഗ് കൊടുക്കാം. സെൻറ്റർ ടാഗ് പ്ലേസ് ചെയ്യാം. സെൻറ്റർ ടാഗ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താ വേണ്ടത്? ബെസ്റ്റ് ടീച്ചേഴ്സ് എന്ന് വരണം. കോഡ്സിലാണ് വേണ്ടത്. Q പ്ലേസ് ചെയ്യാം. ബെസ്റ്റ് ടീച്ചേഴ്സ് എന്നുള്ള പ്ലേസ് ചെയ്യാം. ദെൻ എന്ത് ക്ലോസ് ചെയ്യണം? Q ക്ലോസ് ചെയ്യാം. Q ക്ലോസ് ചെയ്യുന്നതോട് കൂടെ ബെസ്റ്റ് ടീച്ചേഴ്സ് എന്നുള്ള ടേം വന്നു. സെൻറ്റർ ടാഗ് ക്ലോസ് ചെയ്യാം. ദെൻ ലാസ്റ്റ് വൺ അഡ്മിഷൻ കണ്ടിന്യൂ എന്നുള്ളത് ഇങ്ങനെ മൂവ് ചെയ്ത് പോകണം. അഡ്മിഷൻ കണ്ടിന്യൂ എന്നുള്ളത് മൂവ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുന്ന ടാഗിൻ്റെ നെയിമാണ് മാർക്ക് ടാഗ്. എന്താ? മാർക്ക് ടാഗാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഓട്ടോമാറ്റിക്കായി അത് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. മാർക്ക് എന്ന് എഴുതാം. അഡ്മിഷൻ കണ്ടിന്യൂ എന്ന് പ്ലേസ് ചെയ്യാം. ദെൻ മാർക്ക് ക്ലോസ് ചെയ്യാം. ഇതോടുകൂടെ പ്രോഗ്രാം കംപ്ലീറ്റ് തീർന്നു. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? എല്ലാം ആ ഓർഡറിൽ തന്നെ ക്ലോസ് ചെയ്യാം. ബോഡി ക്ലോസ്, HTML ക്ലോസ്.
ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം. ഒരു ബുദ്ധിമുട്ടില്ല, ക്ലിയർ അല്ല, സെറ്റ് അല്ല. അപ്പോൾ രണ്ടാമത്തെ പ്രോഗ്രാം ഈ ലിസ്റ്റാണ്. ലിസ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ അൺഓർഡേർഡ് ലിസ്റ്റും ഓർഡേർഡ് ലിസ്റ്റും ഷഫിൾ ചെയ്ത് വന്നു. അൺഓർഡേർഡ് എന്ന് പറഞ്ഞാൽ സിമ്പിൾസ് ആണ് ഉണ്ടാവുക. ഓർഡേർഡ് എന്ന് പറഞ്ഞാൽ 1 ABCD റോമൻ ലെറ്റേഴ്സ് ആ രീതിയിൽ വരും. അപ്പോൾ അത് മിക്സ് ചെയ്ത് വന്നാൽ എങ്ങനെയായിരിക്കും ആ പ്രോഗ്രാമിനെ ഫേസ് ചെയ്യേണ്ടത്? ഷുവറായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് HTML മുതൽ സ്റ്റാർട്ട് ചെയ്യാം. HTML, സെക്കൻഡ് വൺ ഈസ് ഹെഡ്, ദെൻ ടൈറ്റിൽ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ എഴുതി വെക്കാം. നെസ്റ്റഡ് ലിസ്റ്റാണ് ഡിസ്കസ് ചെയ്യുന്നത്. ടൈറ്റിൽ ക്ലോസ് ചെയ്തതിന് ശേഷം ഹെഡ് ക്ലോസ് ചെയ്തതിന് ശേഷം ബോഡി സ്റ്റാർട്ട് ചെയ്യാം. ബോഡിയിൽ ഫസ്റ്റ് കാണേണ്ടത് ABC ആണ്. ABC എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് ലിസ്റ്റാണ്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഓർഡറിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓർഡേർഡ് ലിസ്റ്റ്. OL ഏത് ടൈപ്പ് സിമ്പിളാണ് വേണ്ടത്? ABCD ആണ്. OL ടൈപ്പ് ഈസ് ഈക്വൽ ടു A എന്ന് എഴുതാം. അവിടെ വേണ്ടത് ഇൻപുട്ട് ഡിവൈസ് ആണ്. അപ്പോൾ ഫസ്റ്റ് LI ലിസ്റ്റ് എന്നാണ് ഐറ്റം, ലിസ്റ്റ് ഐറ്റം എന്നാണ് ഇൻപുട്ട് ഡിവൈസ്. എന്നിട്ട് LI ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്നുള്ള ഈ ടേം അവിടെ വന്നിട്ടുണ്ടാവും. അതിൻ്റെ ശേഷം 3 എലമെൻ്റാണ് വേണ്ടത്. കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക് ആണ്. അപ്പോൾ ഒരു 5 ലൈൻ ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത LI പ്ലേസ് ചെയ്യാം. LI ഔട്ട്പുട്ട് ഡിവൈസ്. LI ക്ലോസ് ചെയ്യുക. അവിടെ 2 എലമെൻ്റ് ആണ്. അപ്പോൾ 4 ലൈൻ ഗ്യാപ്പ് ഇട്ടിട്ട് LI അടുത്ത സ്റ്റോറേജ് പ്ലേസ് ചെയ്യാം. സ്റ്റോറേജ് LI ക്ലോസ് ചെയ്യാം. അവസാനത്തിൽ എല്ലാം തീർന്നു. OL ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് OL ക്ലോസ് ചെയ്യുക. ദെൻ നമ്മളെ ബോഡി ക്ലോസ് ചെയ്യുക. ഗ്രീൻ കളറിലേക്ക് കൊണ്ടുപോവുക. ബോഡി ക്ലോസ്, HTML ക്ലോസ്. സാർ ഇങ്ങനെ മതിയോ? അല്ല, അതിൻ്റെ ഇടയിൽ ഇനി പ്ലേസ് ചെയ്യാനുണ്ട്. എന്തൊക്കെ പ്ലേസ് ചെയ്യണം? യെസ്, കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക് ആണ് അല്ലേ. ഈ കീബോർഡ്, മൗസ്, ജോയ്സ്റ്റിക് എന്നുള്ള സാധനം ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതെന്താ? ഓർഡേർഡ് ലിസ്റ്റ് തന്നെയാണ്. OL ടൈപ്പ് ഈസ് ഈക്വൽ ടു റോമൻ ലെറ്റർ ആണ്. I എന്ന് എഴുതാം. ദെൻ LI എത്ര LI എഴുതണം? 3 LI എഴുതാം. യെസ്, LI ഫസ്റ്റ് LIയിൽ കീബോർഡാണ്. കീബോർഡ്സ് LI ക്ലോസ് അല്ലെ, /LI. ഇനി ബാക്കി എഴുതി കൂടെ എഴുതാം. മൗസ്, കീബോർഡ് എഴുതാം, അല്ല മൗസ്, ജോയ്സ്റ്റിക് എഴുതാം. ദെൻ OL ക്ലോസ്. സിമിലർലി പ്രിന്റർ മോണിറ്റർ, ഈ പ്രിന്റർ മോണിറ്റർ എന്നുള്ളത് ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ ഗ്യാപ്പിൽ പ്ലേസ് ചെയ്യാം. അതെന്താ? ഡോട്ട് സിമ്പിളാണ്. അത് അൺഓർഡേർഡ് ലിസ്റ്റ് ആണ്. അൺഓർഡേർഡ് ലിസ്റ്റ് ആകുമ്പോൾ UL എന്ന് എഴുതാം അല്ലേ. ഓട്ടോമാറ്റിക്കലി അൺഓർഡേർഡ് ലിസ്റ്റിൽ ഡിസ്ക് തന്നെയാണ്. ദെൻ എത്ര LI? 2 LI പ്ലേസ് ചെയ്യാം. ദെൻ UL ക്ലോസ് ചെയ്യാം. മൂന്നാമത്തത് ഹാർഡ് ഡിസ്ക്, RAM, CD ആണ്. അത് ലാസ്റ്റിൽ പ്ലേസ് ചെയ്യാം. എങ്ങനെ ലാസ്റ്റ് പ്ലേസ് ചെയ്യാം? അൺഓർഡേർഡ് ലിസ്റ്റ് തന്നെയാണ്. ടൈപ്പ് ഈസ് ഈക്വൽ ടു സർക്കിൾ ആണ്. സർക്കിൾ. ദെൻ എത്ര LI? 3 LI പ്ലേസ് ചെയ്യാം. 3 LI. ദെൻ UL ക്ലോസ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ വളരെ സിമ്പിളാണ്. നെസ്റ്റഡ് ലിസ്റ്റ് വന്നാലും ചെയ്യാൻ പറ്റും. സെറ്റ് അല്ലേ? എന്നാൽ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ടേബിൾ തന്നു. ഒരു ടേബിളാണ്. മൂന്നാമത്തെ പ്രോഗ്രാം നമുക്ക് ടേബിളാണ്. ടേബിളിൽ എന്ത് ചെയ്യേണ്ടത്? ഹയർ സെക്കൻഡറി, +2, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, അവിടെ എന്തൊക്കെ കട്ടിങ് ഉണ്ട്. ആ കട്ടിങ്ങുള്ളതുകൊണ്ട് തന്നെ HTML പ്ലേസ് ചെയ്യാം. HTML ഹെഡ്, ടൈറ്റിൽ ടേബിളുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമാണ്. ടേബിൾ പ്രോഗ്രാം. യെസ്, ടൈറ്റിൽ ക്ലോസ് ചെയ്തിട്ട് ഹെഡ് ക്ലോസ് ചെയ്തു. നേരെ ബോഡി സ്റ്റാർട്ട് ചെയ്യുക. ബോഡിയിൽ ഫസ്റ്റ് ചെയ്യേണ്ടത് ടേബിളാണ്. ശ്രദ്ധിച്ചോ, ടേബിൾ എന്താ ചെയ്യേണ്ടത്? ഈ ലൈൻ ഉണ്ട്, ഔട്ടർ കൂടെ ലൈൻ ഉണ്ട്. ഔട്ടർ കൂടെ ലൈൻ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നതാണ് ടേബിൾ ബോർഡർ ഈക്വൽ ടു 1 എന്നുള്ള പ്ലേസ് ചെയ്യാം. സാറേ അത് പിങ്ക് കളറല്ലേ, അത് അവിടെ നിന്നോട്ടെ. നമ്മളിപ്പം ബോർഡർ ഈക്വൽ ടു 1 എന്ന് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. ടേബിൾ ബോർഡർ ഈക്വൽ ടു 1. യെസ്, ഹയർ സെക്കൻഡറി എന്ന് വരണം. ഈ ഹയർ സെക്കൻഡറി എന്നുള്ളത് ഫസ്റ്റ് റോ ആണ്. അപ്പോൾ TR എന്നിടുക. ഫസ്റ്റ് റോ, ടേബിൾ റോ. ഹയർ സെക്കൻഡറിൻ്റെ പ്രത്യേകത 2 കോളത്തിൻ്റെ വലുപ്പം. ഇതാണ് കോളം അല്ലേ, ഇതാണ് കോളം. 2 കോളത്തിൻ്റെ വലുപ്പമാണ് ഹയർ സെക്കൻഡറി എടുക്കുന്നത്. അപ്പം 2 കോളത്തിൻ്റെ വലുപ്പം എന്ത് ചെയ്യുക? ഹെഡിങ് ആയിക്കോട്ടെ. അപ്പോൾ TH, ടേബിൾ ഹെഡിങ്. കോൾ സ്പാൻ എന്താടാ? കോളങ്ങൾ ജോയിൻ്റ് അടിക്കുകയാണ്. അപ്പോൾ കോൾ സ്പാൻ ഈക്വൽ ടു 2. 2 കോളങ്ങൾ ജോയിൻ്റ് അടിക്കും. 2 കോളങ്ങൾ ജോയിൻ്റ് അടിച്ചിട്ട് അവിടെ എന്ത് വരണം? ഹയർ സെക്കൻഡറി എന്ന് വരണം. ഹയർ സെക്കൻഡറി. എന്നിട്ട് TH ക്ലോസ് ചെയ്യുക. അവിടെ കഴിഞ്ഞു മക്കളെ. ഹയർ സെക്കൻഡറി അവിടെ വന്നിട്ടുണ്ടാവും. ഹയർ സെക്കൻഡറി അവിടെ വന്നു. TR ക്ലോസ് ചെയ്തു. ഫസ്റ്റ് റോ അവസാനിച്ചു. രണ്ടാമത്തെ റോയിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് രണ്ടാമത്തെ റോ പിടിച്ചോ. സെക്കൻഡ് റോ TR സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ റോയിൽ എന്തൊക്കെ കാണുന്നുണ്ട്?
+2 കാണുന്നുണ്ട്, ശ്രദ്ധിച്ചോ, +2 കാണുന്നുണ്ട്, അതേപോലെ സയൻസും കാണുന്നുണ്ട്. ഇത് രണ്ടാമത്തെ റോലാണ്. അപ്പോൾ +2 എഴുതണം. +2 എഴുതൽ എങ്ങനെ? THN ആയിക്കോട്ടെ, കട്ടിങ് ആയിക്കോട്ടെ, ഹെഡിങ് ആയിക്കോട്ടെ, TH എത്ര റോകളാണ് കമ്പൈൻ ചെയ്യുന്നത്? 3 റോൻ്റെ സ്പേസ് ആണ്. അപ്പോൾ റോ സ്പാൻ = 3, +2 എന്ന് എഴുതുക, എന്നിട്ട് TH ക്ലോസ് ചെയ്യുക. അപ്പോൾ +2 വന്നിട്ടുണ്ടാവും. സയൻസിൽ പ്രത്യേകിച്ച് വിവാദങ്ങളൊന്നുമില്ല. സോ TD ഡാറ്റ ആയിട്ട് കൊടുക്കാം, സയൻസ്, TD ക്ലോസ്. അപ്പോൾ പലർക്കും ഡൗട്ടാണ് TH TD തമ്മിൽ വ്യത്യാസം എന്താണ്? ബോൾഡ് വിത്ത് സെൻറ്റർ അലൈൻമെൻ്റ് ആണെങ്കിൽ അത് TH ആണ്, TD നോർമൽ അലൈൻമെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതോടുകൂടെ സെക്കൻഡ് റോ അവസാനിച്ചു. തേർഡ് റോയിൽ നമുക്ക് വേണ്ടത് കൊമേഴ്സിനാണ്. കൊമേഴ്സാണ്. ഈ കൊമേഴ്സിനെ എങ്ങനെ പ്ലേസ് ചെയ്യണം? TR വിവാദങ്ങളൊന്നുമില്ല, TD കൊമേഴ്സ് എന്നുള്ള പ്ലേസ് ചെയ്യാം, കൊമേഴ്സ്, TD, TR ക്ലോസ്. ലാസ്റ്റ് വൺ ഹ്യൂമാനിറ്റീസ് ആണ്. ഹ്യൂമാനിറ്റീസിന് ഇതേപോലെ കൊമേഴ്സ് എഴുതിയ പോലെ തന്നെ TR TD ഹ്യൂമാനിറ്റീസിന് ഇതാ TD ക്ലോസ് ചെയ്യുക, അതേപോലെ TR ക്ലോസ് ചെയ്യുക, ടേബിൾ ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക, ബോഡി ക്ലോസ് ചെയ്യുക, HTML ക്ലോസ് ചെയ്യുക. അവിടെ കംപ്ലീറ്റ് ചെയ്തു. വളരെ സിമ്പിളാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് കോൾ സ്പാൻ, റോ സ്പാൻ വെച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ദെൻ ഫൈനലി രജിസ്ട്രേഷൻ ഫോമാണ്. ഇത്ര വലിയൊരു പ്രോഗ്രാം ചോദിക്കാറില്ല, പക്ഷേ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം ഇതിൽ ഒരുപാട് ആട്രിബ്യൂട്ട്സ്, അതായത് ഫോമുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യവും ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തി പ്രോഗ്രാം ആയിരിക്കും ഇത്, അല്ലേ? സ്വാഭാവികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 കോളമാക്കിയിട്ട് വരക്കാം. ഫസ്റ്റ് വൺ ഈസ് HTML ഹെഡാണ്. ടൈറ്റിൽ ഫോമുമായി ബന്ധപ്പെട്ടുള്ള എക്സാമ്പിളാണ്, ഫോമിൻ്റെ എക്സാമ്പിളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. ടൈറ്റിൽ ക്ലോസ്, ഹെഡ് ക്ലോസ്. ഇതുവരെ എല്ലാ മക്കൾക്കും അറിയുന്നതാണ്. ബോഡി വരെ ഓപ്പൺ ചെയ്തു. ബോഡി ഓപ്പൺ ചെയ്താൽ ആദ്യം വേണ്ടത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യണം. ഫോം എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യാം. ഫോമായി. അവിടെ വേണ്ടത് മിഡിൽ രജിസ്ട്രേഷൻ ഫോം എന്ന് വരണം. മിഡിൽ ഓരോ കളറിൽ നമുക്ക് ഇങ്ങനെ എഴുതി വെക്കാം. രജിസ്ട്രേഷൻ ഫോം എന്ന് വരണം. എവിടെ വരണം? സെൻറ്ററിൽ വരണം. സോ സെൻറ്റർ സ്വിച്ച് ഓൺ ആക്കിയതിൻ്റെ ശേഷം അണ്ടർലൈൻ വേണം. എന്നിട്ട് എന്ത് ചെയ്യുക? രജിസ്ട്രേഷൻ ഫോം എന്നുള്ളത് കുറച്ച് കട്ടിയിലുണ്ടായിക്കോട്ടെ. സോ H1 രജിസ്ട്രേഷൻ ഫോം എന്നുള്ളത് പ്ലേസ് ചെയ്യാം. രജിസ്ട്രേഷൻ ഫോം. എന്നിട്ട് H1 ക്ലോസ് ചെയ്യാം. H1 ക്ലോസ് ചെയ്യുന്നതോട് കൂടെ അണ്ടർലൈനും ക്ലോസ് ചെയ്യാം. അണ്ടർലൈൻ ക്ലോസ്, ദെൻ സെൻറ്ററും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തത് ഈ രജിസ്ട്രേഷൻ ഫോം എന്നുള്ള ആ ഒരൊറ്റ ലൈൻ തീർന്നു. ദെൻ നെയിം എന്നുള്ള സാധനം അത് മറ്റൊരു കളറിൽ നമുക്ക് എഴുതാം. നെയിം ഒരു തൊട്ടപ്പുറത്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് വേണം. അപ്പോൾ എന്ത് ചെയ്യാം? നെയിം എന്ന് എഴുതാം. നെയിം ഒരു സ്പേസ് ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമൻ്റാണ് &NBSP. ദെൻ എന്ത് ചെയ്യുക? അവിടെ ഇൻപുട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബോക്സ് വരണമെങ്കിൽ ഇൻപുട്ട് ടൈപ്പ് = ടെക്സ്റ്റ് എന്നാണ് കൊടുക്കുക. സൈസ് = 10. അപ്പോൾ സൈസ് ഒരു ടെക്സ്റ്റ് ബോക്സ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ സൈസ് ഒന്ന് ചെറുതാക്കിയതാ =10. എന്നിട്ട് ഒരു ബ്രേക്കും അടിച്ചാൽ അടിപൊളിയായി നെക്സ്റ്റ് ലൈനിലേക്ക് എത്തി. ജെൻഡർ വേണം. നെക്സ്റ്റ് ലൈനിൽ വേണ്ടത് ജെൻഡറാണ്. ജെൻഡർ എന്താ പ്രശ്നം? മെയിൽ ഫീമെയിൽ ആണ്. അപ്പം എന്ത് ചെയ്യാം? ജെൻഡർ എന്ന് എഴുതിയതിന് ശേഷം ഒരു റൗണ്ട് വേണം. ആ റൗണ്ട് ഷേപ്പ് വരണമെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഇൻപുട്ട് ടൈപ്പ് = റേഡിയോ. തൽക്കാലത്തിന് ഇത് മതി ആ റൗണ്ട് വരാൻ. പക്ഷേ അതിന് നെയിം കൊടുക്കണം. നെയിം രണ്ടും സെയിം ആവണം. അപ്പോൾ ആ റൗണ്ട് വന്നതിന് ശേഷം അവിടെ പുറത്ത് വേണ്ടത് മെയിൽ എന്നാണ്. വീണ്ടും ഇൻപുട്സ് ടൈപ്പ് = റേഡിയോ. വാല്യൂ ഒക്കെ കൊടുക്കണം. അതല്ല എങ്കിൽ ചുമ്മാ ഇതിങ്ങനെ ഇട്ടാലും ആ ലുക്ക് വരുത്താൻ അത് ചെയ്യാൻ പറ്റും. സോ ബ്രേക്ക് ഫീമെയിൽ വരെത്തി. ഇനി വേണ്ടത് അഡ്രസ് ടാഗാണ്. അഡ്രസ് ടാഗ് എങ്ങനെ കൊടുക്കാം? അഡ്രസ് ചുമ്മാ ഇതാ ബ്രേക്ക് കൊടുത്ത സ്ഥിതിക്ക് നെക്സ്റ്റ് ലൈൻ ഈസ് അഡ്രസ് ടാഗ്. അഡ്രസ്സിന് കൊടുക്കാം. അവിടെ വേണ്ടത് ഒരു വലിയ ബോക്സാണ്. ആ ബോക്സ് വരാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമൻ്റാണ് ടെക്സ്റ്റ് ഏരിയ. റോസ് = എത്ര റോ വേണം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുക. 5 കൊടുത്തു. കോൾസ് = ഒരു 20. അപ്പോൾ 5 റോയും 20 കോളംസ് ഉള്ള ഒരു വലിയ ബോക്സ് വന്നു. അവിടെ ടെക്സ്റ്റ് ഏരിയ ക്ലോസ് ചെയ്യാം. /ടെക്സ്റ്റ് ഏരിയ. ഇതുവരെ ഓക്കെ ആണോ? യെസ്. ഇനി വേണ്ടത് എന്താ? ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പോൾ ഒരു ബ്രേക്ക് അടിച്ച് ഇനി വേണ്ടത് ഒരു ഡിസ്ട്രിക്റ്റ് ആണ്. ഡിസ്ട്രിക്റ്റിനുള്ള പ്രത്യേകത എന്താ വെച്ചാൽ അത് സെലക്ട് ടാഗാണ്.
അപ്പോൾ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഇവിടെ പ്ലേസ് ചെയ്യാം. ഡിസ്ട്രിക്റ്റ് എന്നുള്ള പ്ലേസ് ചെയ്തതിന് ശേഷം ഇനി വേണ്ടത് അവിടെ ഒരു സ്പേസ് കൊടുക്കാം, ആംബ്രസൻ NBSP. ഇനി ഡിസ്ട്രിക്റ്റ് ഏതൊക്കെ വരാം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന കമൻ്റ് ആണ് സെലക്ട് ചുമ്മാ ക്ലോസ് ചെയ്താൽ നമ്മൾ സെലക്റ്റിൻ്റെ ഉള്ളിലുള്ള ആട്രിബ്യൂട്ട്സ് ആണ് നെയിം, സൈസ്, മൾട്ടിപ്പിൾ. നെയിം വേണ്ട, സൈസും വേണ്ട, മൾട്ടിപ്പിളും വേണ്ട, ഇപ്പം ഇവിടെ ആവശ്യമില്ല. കാരണം ഒരാൾ ഒരു സ്ഥലത്തെ ജനിച്ചിട്ടുണ്ടാവുള്ളൂ, ആ മൾട്ടിപ്പിൾ ഓപ്ഷൻ്റെ ആവശ്യമില്ല. നെയിം, സൈസ്, മൾട്ടിപ്പിൾ കഴിഞ്ഞു. ഓപ്ഷൻസ് ടാഗാൻ വേണ്ടി ഇതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഓപ്ഷനാണ്. ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും? നമുക്ക് ജില്ലകൾ 14 ജില്ലകളുണ്ട്. ഫസ്റ്റ് തിരുവനന്തപുരം എഴുതാം. എന്നിട്ട് എന്ത് ക്ലോസ് ചെയ്യുക? ഓപ്ഷൻ ക്ലോസ് ചെയ്യുക. ഇതേപോലെ ഒരു 14 ജില്ലേൻ്റെ പേര് ഇങ്ങനെ എഴുതുക. ലാസ്റ്റത്തെ ഓപ്ഷൻ സാറേ കംപ്ലീറ്റ് എഴുതണോ? അത് വേണ്ട, 2 or 3 എക്സാമ്പിൾ മാത്രം എഴുതിയാൽ മതി. ഓപ്ഷൻ ക്ലോസ് ചെയ്യുക. ഇവിടെ ഓപ്ഷൻ ക്ലോസ് ചെയ്തു. ഓപ്ഷൻ ക്ലോസ് ചെയ്തിട്ട് ഒന്ന് ബ്രേക്ക്, സെലക്ട് ക്ലോസ് ചെയ്താൽ ആ ടാസ്ക് അവിടെ കംപ്ലീറ്റ് ചെയ്തു. സെലക്ട് ക്ലോസ് ബ്രേക്ക്. ഇനി സെൻഡ് ക്ലിയർ 2 ബട്ടനാണ്. ഈ 2 ബട്ടൺ നമുക്ക് വൈറ്റിൽ എഴുതാം. സെൻറ്റർ ബട്ടൺ, സെൻറ്റർ സ്വിച്ച് ഓൺ ആക്കാം. സെൻറ്റർ സ്വിച്ച് ഓൺ ആക്കിയിട്ട് അവിടെ ബട്ടൺ വേണം. ഏത് ബട്ടനാണ് വേണ്ടത്? ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു സബ്മിറ്റ് ബട്ടനാണ്. സബ്മിറ്റ് ബട്ടണിൽ കാണുന്ന വാല്യൂ എന്ന് പറഞ്ഞത് സെൻഡ് എന്നുള്ളതാണ്. അവിടെ കംപ്ലീറ്റ് ചെയ്തു. ഒരു സ്പേസ് പ്ലേസ് ചെയ്യാം, ആംബ്രസൻ NBSP സ്പേസ് അല്ലേ. ദെൻ വീണ്ടും ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു റീസെറ്റ് എന്നുള്ളതാണ്. ക്ലിയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. വാല്യൂ ഈസ് ഈക്വൽ ടു ക്ലിയർ. ഞാൻ ആദ്യമേ പറഞ്ഞതാണ്, കുറച്ച് ലെങ്തി പ്രോഗ്രാമാണ്. ഇത്ര വലിയ ഒരു പ്രോഗ്രാം വരില്ല, പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്താൽ അതിന് മുകളിൽ ഇനി വരാനില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാം ഞാൻ ഇൻക്ലൂഡ് ചെയ്ത്. ബോഡി ക്ലോസ് ചെയ്യാം, ഫോം ക്ലോസ് ചെയ്യാം. /form ബോഡി ക്ലോസ് HTML ക്ലോസ് ചാപ്റ്റർ 5ൻ്റെ എല്ലാ പ്രോഗ്രാംസും നമ്മൾ കവർ ചെയ്തു. റെഡി അല്ല? സെറ്റ് അല്ല? ഇനി ലാസ്റ്റ് വൺ ജാവാസ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാമാണ്. ജാവാസ്ക്രിപ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രോഗ്രാം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൽ 2 പാർട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റിൻ്റെ പാർട്ടുണ്ട്, അതേപോലെ ബോഡിയുടെ പാർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും നമുക്ക് എന്ത് ചെയ്യുക? 2 പാർട്ടുകളുണ്ട്. 2 ലൈൻ ഇങ്ങനെ ഇതേപോലെ എഴുതാം. യെസ്, 2 പാർട്ട് ഉണ്ടാവും അല്ലേ? 2 പാർട്ട്സ്. എന്നാൽ ഫസ്റ്റ് വൺ ഈസ് ആ വെബ് പേജ് അതേപോലെ ഒന്ന് ഡിഫൈൻ ചെയ്യാം അല്ലേ? ആ വെബ് പേജ് അതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്യുക. എങ്ങനെ വെബ് പേജ് ഡിസൈൻ ചെയ്യുക? HTML പാർട്ട് ആദ്യം എഴുതാം. HTML ഹെഡ് സെക്ഷൻ. ആ ഹെഡ് സെക്ഷനിൽ ടൈറ്റിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ഓഡാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഓഡ് ഈവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ടൈറ്റിൽ പ്ലേസ് ചെയ്ത്. പക്ഷേ ഹെഡ് ക്ലോസ് ചെയ്യരുത്. ഈ ഹെഡാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത്. ഹെഡ് ലാസ്റ്റിൽ ക്ലോസ് ചെയ്യുക. ഈ ഹെഡിൻ്റെ ഉള്ളിലാണ് ജാവാസ്ക്രിപ്റ്റിൻ്റെ പ്രോഗ്രാം കംപ്ലീറ്റ് വരേണ്ടത്. അപ്പോൾ 2ാമത്തെ പാർട്ട് ബോഡിയാണ്. ആ ബോഡിയിൽ നിങ്ങൾ കാണുന്ന ഈ ഫോം ഇതേപോലെ ക്രിയേറ്റ് ചെയ്യുക. ഫോമിന് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായിട്ടും ഫോമിന് നെയിം കൊടുക്കണം. ഞാൻ കൊടുക്കുന്ന വിവാദമില്ലാത്ത നെയിം FR എന്ന് കൊടുത്തു. ഫോമിൻ്റെ നെയിം FR. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഫോം എന്ന് പറഞ്ഞിട്ട് അണ്ടർലൈൻ ഡാഷ് തരും. ആ രീതിയിലൊക്കെ വരാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫോമിന് ഒരു നെയിം കൊടുക്കണം. ദെൻ വേണ്ടത് നമ്പർ എന്നുള്ള ഒരു ബോക്സാണ്. നമ്പർ ഒരു സ്പേസ് വേണമെങ്കിൽ പ്ലേസ് ചെയ്യാം. ആംബ്രസൻ NBSP വീണ്ടും ഒരു ബോക്സാണ്. ദാറ്റ് ഈസ് ടൈപ്പ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സാണ്. സൈസ് ഈക്വൽ ടു ഒരു 10 കൊടുക്കാം. നിർബന്ധമായിട്ടും നെയിം വേണം. നെയിം ഈസ് ഈക്വൽ ടു N1. വിവാദമില്ലാത്ത പേര് N1 കൊടുത്ത് ബ്രേക്ക്. ഇതോടുകൂടെ ആ ഫസ്റ്റ് ലൈൻ കഴിഞ്ഞു. 2ാമത്തെ ലൈനിൽ നിങ്ങൾ എന്താ കാണുന്നത്? ഓഡാണോ ഈവൻ ആണോ എന്നുള്ള സെൻറ്റൻസ് ആണ്. ഓഡ് ഓർ ഈവൻ എന്നുള്ളത് അതേപോലെ ഡിസ്പ്ലേ ചെയ്യുക. ഒരു സ്പേസ് പ്ലേസ് ചെയ്യാം. ആംബ്രസൻ NBSP അവിടെ വീണ്ടും ഒരു ടെക്സ്റ്റ് ബോക്സ് ആണ്. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സ് തന്നെയാണ്. സൈസ് ഈക്വൽ ടു 10 ആണ്. നെയിം ഈസ് ഈക്വൽ ടു ഒരു N2 പ്ലേസ് ചെയ്യുക. N2 2ാമത്തെ ബോക്സിൻ്റെ നെയിം N2. അപ്പോൾ ഈ ബോക്സിൻ്റെ നെയിം N1 ആണ്. ഈ ബോക്സിൻ്റെ നെയിം N2 ആണ്. ഈ മൊത്തം ബോക്സിൻ്റെ നെയിം FRM ആണ്. അത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി വേണ്ടത് ലാസ്റ്റ് സെക്ഷനാണ്. BR ബ്രേക്ക്. ലാസ്റ്റ് സെക്ഷൻ അതൊരു ബട്ടനാണ്. ആ ബട്ടൺ എവിടെ വരുന്നത്? സെൻറ്ററിലാണ്. സെൻറ്റർ സ്വിച്ച് ഓൺ ആക്കുക. ദെൻ ഇൻപുട്ട് സബ്മിറ്റ് ചെയ്യുന്നു. നേരത്തെ പ്രോഗ്രാമിൽ സബ്മിറ്റ് ആണ്. സബ്മിറ്റും ബട്ടണും തമ്മിലുള്ള വ്യത്യാസം. ബട്ടൺ എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ തന്നെയാണ് റിസൾട്ട് വരിക. മറ്റൊരു പേജിലേക്കാണ് പോവുക. ഇൻപുട്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ബട്ടനാണ്. ബട്ടൺമേൽ കാണുന്ന വാല്യൂ എന്ന് പറഞ്ഞത് ചെക്കാണ്. വാല്യൂ ഈക്വൽ ടു ചെക്കാണ്. അതിന്മേൽ ക്ലിക്ക് ചെയ്യണം. എന്താ
ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുന്ന സെൻറ്റൻസ് ആണ് ഓൺ ക്ലിക്ക് എന്നുള്ള കമൻറ്റ് കൊടുക്കും. ഓൺ ക്ലിക്ക് എഴുതുമ്പോൾ സി ക്യാപിറ്റൽ ആവണം. ഓൺ ക്ലിക്ക് ഈക്വൽ ടു എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ പേര് എഴുതാം. ഫൈൻഡ് ഓഡ് ഈവൻ. ഞാൻ ഒരു ഫംഗ്ഷൻ്റെ നെയിമാണ് ഞാൻ ഇവിടെ കൊടുത്തത്, ഫൈൻഡ് ഓഡ് ഈവൻ. ആ ഫൈൻഡ് ഓഡ് ഈവൻ എഴുതാനുള്ള ഗ്യാപ്പാണ് ഞാൻ അവിടെ പ്ലേസ് ചെയ്ത്. ഫൈൻഡ് ഓഡ് ഈവൻ കഴിഞ്ഞു, എല്ലാം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാം. സെൻറ്റർ ക്ലോസ്. സെൻറ്റർ മാത്രം ക്ലോസ് ചെയ്താൽ പോരാ, ഇനി നമ്മൾ നേരത്തെ തുടങ്ങിയ ഫോം കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്യണം. ഫോം ക്ലോസ്, ബോഡി ക്ലോസ്, HTML ക്ലോസ്. അപ്പം പൊതുവേ വരാറുള്ളത് ഈ കംപ്ലീറ്റ് പ്രോഗ്രാം തരില്ല, ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഈ പാർട്ട് മാത്രമായിരിക്കും എക്സാമിന് ചോദിക്കാറുള്ളത്. അങ്ങനെ ചോദിക്കുമ്പം ഫോമിന് ഒരു നെയിം ഉണ്ടാവണം, ഓരോ ബോക്സിനും നെയിം ഉണ്ടാവണം. ആ നെയിം വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യേണ്ടത് കേട്ടോ വാല്യൂസ്. അപ്പോൾ ഇനി നമ്മളെ പോരാട്ടം തുടങ്ങുന്നത് വൈറ്റ് കളറിൽ ഇതാ തുടങ്ങാണ്. ഫംഗ്ഷൻ എഴുതണം. ജാവാസ്ക്രിപ്റ്റ് എഴുതണമെങ്കിൽ ആദ്യം വേണ്ടത് സ്ക്രിപ്റ്റ് വേണം, ജാവാസ്ക്രിപ്റ്റ് വേണം. സ്ക്രിപ്റ്റ് ലാംഗ്വേജ് L ക്യാപിറ്റൽ ആക്കാം. ലാംഗ്വേജ് ഈസ് ഈക്വൽ ടു ജാവാസ്ക്രിപ്റ്റ്. ലാംഗ്വേജ് ഈക്വൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് എഴുതി. ഇനി വേണ്ടത് ഫംഗ്ഷൻ്റെ നെയിമാണ്. ഞാൻ കൊടുത്ത ഫംഗ്ഷൻ്റെ പേരാണ് ഫൈൻഡ് ഓഡ് ഈവൻ. ആ ഫംഗ്ഷനെ അതേപോലെ എഴുതാം. ഫംഗ്ഷൻ എന്ത് കൊടുക്കുക? ഫംഗ്ഷൻ ഫൈൻഡ് ഓഡ് ഈവൻ. കണ്ട, ഫംഗ്ഷൻ ഓഡ് ഈവൻ. അവിടെ പ്രോഗ്രാം ഓപ്പൺ ചെയ്തു. ഇനി വേണ്ടത് എത്ര ബോക്സാ? 2 ബോക്സാണ്. ഇപ്പം 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. 2 വേരിയബിൾ വാർ A, B 2 വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. A ഇസ് ഈക്വൽ ടു അവിടെ ആ ബോക്സിൽ ഈ ബോക്സിൽ ടൈപ്പ് ചെയ്ത വാല്യൂ എനിക്ക് ഇവിടെ കിട്ടണം. അങ്ങനെ കിട്ടണമെങ്കിൽ ചെയ്യുന്ന മെത്തേഡാണ് ഡോക്യുമെൻറ്റ് ഡോട്ട്. കണ്ട, ഡോക്യുമെൻറ്റ് ഡോട്ട്. ആ പുറമുള്ള ബോക്സിൻ്റെ നെയിം എന്താ? FRM ആണ്. FRM ഡോട്ട്. ആ ഉള്ളിലുള്ള ബോക്സിൻ്റെ പേരെന്താ? N1 ഡോട്ട് വാല്യൂ. നിങ്ങൾ ഏത് വാല്യൂ അവിടെ ടൈപ്പ് ചെയ്താലും ആ വാല്യൂ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. ആ ഓടാണോ ഈവൻ ആണോ ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക? മോഡ് ചൂസ് ചെയ്യുക. നേരെ ചെക്ക് ചെയ്ത് നോക്കുക. ഈഫ്, ഇനി ഏത് കളറാണ് വേണ്ടി? റെഡ് തന്നെ അല്ല ഗ്രീൻ ആയിക്കോട്ടെ. ഈഫ് മോഡ് ചൂസ് ചെയ്യാൻ പറ്റില്ല. ടെക്സ്റ്റ് ബോക്സ് ആണ്, അതിനെ നമ്പറാക്കി കൺവേർട്ട് ചെയ്യണം. നമ്പർ ഓഫ് മോഡ് 2 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം റിമൈൻഡർ 0 കിട്ടിയാൽ B ഈസ് ഈക്വൽ ടു, അത് നമുക്കറിയാം അത് ഈവൻ നമ്പറാണ്. അല്ല എങ്കിൽ എൽസ് B ഈസ് ഈക്വൽ ടു അത് ഓഡ് നമ്പറാണ്. ഇപ്പം ആൻസർ ഉണ്ട്, എവിടെ ഉണ്ട്? ബിയിലുണ്ട്. ഈ ആൻസറിനെ, ബിയിലുള്ള ആൻസറിനെ എനിക്ക് അവിടേക്ക് പ്ലേസ് ചെയ്യണം. അവിടേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന മെത്തേഡ് ഇത്രേ ഉള്ളൂ. ഡോക്യുമെൻറ്റ് ഡോട്ട്സ്, അഗെയിൻ ഡോക്യുമെൻറ്റ് ഡോട്ട്സ്, FRM ഡോട്ട്സ്, N2 ഡോട്ട്സ്. വാല്യൂ എന്ന് പറഞ്ഞത് എന്തായി മാറണം? ഈസ് ഈക്വൽ ടു B ആവണം. അവിടെ കംപ്ലീറ്റ് ചെയ്തു മക്കളെ. ജാവാസ്ക്രിപ്റ്റ് അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. സ്ക്രിപ്റ്റ് ക്ലോസ്. വളരെ അടിപൊളിയായിട്ട് 6 പ്രോഗ്രാം നമ്മൾ കവർ ചെയ്തു, അല്ല 5 പ്രോഗ്രാം നമ്മൾ കവർ ചെയ്തു. ചാപ്റ്റർ 4 ചുമ്മാ HTML പേജിൻ്റെ ഒരു പ്രോഗ്രാം, അതേപോലെ ലിസ്റ്റ്, ടേബിൾ, ഫോം ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ജാവാസ്ക്രിപ്റ്റ്. സെറ്റ് അല്ലടാ? യെസ്. അപ്പോൾ മക്കളെ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും 9037963611 ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയക്കുക. എന്തുണ്ടെങ്കിലും നമ്മുടെ എക്സാം മാർച്ച് 26 പൊളിച്ചടക്കണം. യെസ്, ഓൾ ദ ബെസ്റ്റ്.